ദുനിയാവിലെ ജീവിതം വളരെ ചുരുക്കമുള്ളൂ മറ്റുള്ളതിലേക്ക് നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ. ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു നൂൽപ്പാലമാണ്. അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ദുനിയാവിലെ ജീവിതം ആഖിറത്തിലേക്കുള്ള ഒരു നൂൽപ്പാലമാണ്. നൂൽപ്പാലം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിപ്പോവാം. ഏത് സമയത്ത് വേണമെങ്കിലും മലക്കുൽ മൗത്ത് നമ്മളെ പിടികൂടാം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. ജനിച്ചിട്ടുണ്ടോ മരണം അനിവാര്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയും. وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ, അങ്ങനെ നിങ്ങൾ മരിച്ചു ചെന്നാൽ നിങ്ങൾ ദുനിയാവിൽ ചെയ്തു വെച്ച അമലുകളുടെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി തന്നെ നൽകപ്പെടും. നന്മ ചെയ്തവരാണെങ്കിൽ നല്ല പ്രതിഫലം നിങ്ങൾക്ക് നൽകും. മോശമായ പ്രവർത്തനങ്ങളിലൂടെ ജീവിച്ചവരാണെങ്കിൽ അതിൻ്റെതായ പ്രതിഫലം നിങ്ങൾക്ക് നൽകും. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫമൻ സുഹസിഹ അനിന്നാർ, ഏതൊരുവൻ നരകത്തെ തൊട്ട് രക്ഷപ്പെട്ടുവോ, സിറാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നരകത്തെ പാസ് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്താൻ, വമൻ സുഹസിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഏതൊരുവന് സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് ചില വഞ്ചനയുടെ ചരക്കുകൾ മാത്രമാണ്. അതിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാം നശിക്കാനുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കാനുള്ളതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, എല്ലാം നശിക്കാനുള്ളതാണ്. ബാക്കിയാകുന്നത് എന്താണെന്നറിയോ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനല്ലാത്തതൊക്കെ നശിക്കാനുള്ളതാണ്. ബാക്കിയാകുന്നത് റബ്ബ് മാത്രമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാം നശിക്കും, എല്ലാം നശിക്കും. അങ്ങനെ ആരെങ്കിലും മരിക്കാതിരിക്കണമായിരുന്നെങ്കിൽ, ഈ ലോകത്ത് ആരെങ്കിലും മരണത്തെ പുൽകാതിരിക്കണമായിരുന്നെങ്കിൽ അത് ആരാകണമായിരുന്നു? ആരാകണമായിരുന്നു? വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, ആരെങ്കിലും ഈ ഭൂമുഖത്ത് മരിക്കാതെ നിലനിൽക്കണമായിരുന്നെങ്കിൽ, വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ, ആരെങ്കിലും ഈ ഭൂമുഖത്ത് മരിക്കാതെ എന്നെന്നും നിലനിൽക്കുമായിരുന്നെങ്കിൽ അതിനേറ്റവും അർഹൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകണമായിരുന്നു. പക്ഷേ നബി തങ്ങളും വഫാത്തായി പോയി. നബി തങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് വിട പറഞ്ഞിട്ട് 1400 വർഷങ്ങളായിട്ട് നബി തങ്ങളും ഖബറിലാണ്. അതുകൊണ്ട് എല്ലാവരെയും മരണം പിടികൂടുക തന്നെ ചെയ്യും. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കാതിരിക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു മരുന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്തും ആ മരുന്ന് വാങ്ങുമായിരുന്നു. മരിക്കാതിരിക്കാനുള്ള ഏക മരുന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നുണ്ട്. മരിക്കാതിരിക്കാൻ മരുന്നറിയണോ മാലോകരെ, മരിക്കാതിരിക്കാൻ
ജനിക്കാതിരിക്കണം. മരിക്കാതിരിക്കാനുള്ള ഏക മരുന്ന് ജനിക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവികളെ കാണുമ്പോൾ, പക്ഷികളെ കാണുമ്പോൾ, ജന്തുക്കളെ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. അവിടുന്ന് പറയുമായിരുന്നു, എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും.